നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മിസ്റ്റേക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പല വിഷയങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആരാണ് അറ്റോർണി ജനറൽ എന്നാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് നിയമ ഓഫീസറാണ്, ഇന്ത്യയിലെ ആദ്യ നിയമ ഓഫീസർ. ആദ്യത്തെ അല്ല, നിലവിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഓഫീസർ. അങ്ങനെയാണ്, അതാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 76 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതിൽ യൂണിയൻ ഗവൺമെന്റിനെ നിയമപരമായ പല വിഷയങ്ങളിലും എന്ത് ചെയ്യുക, അവർ അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ അതിലെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അതുപോലെ തന്നെ പ്രസിഡന്റ് തരുന്ന വിഷയങ്ങൾ അതിൻ്റെ നിയമ പരിശോധന നടത്തുക. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും എന്താണ്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓഫീസ് ഓഫ് ദ അറ്റോർണി ജനറൽ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു അറ്റോർണി ജനറലിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ അറ്റോർണി ജനറൽ ആകാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഒരുപാട് വിഷയം പ്രസിഡന്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞത്, ഒരുപാട് പൊസിഷനുകൾ അതൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അതിലൊന്നാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തല്ല, ക്യാബിനറ്റിലെ ഒരു മെമ്പർ അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്റിലെ ഒരു മെമ്പർ അല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അതേ ഇമ്മ്യൂണിറ്റീസും അതേ പ്രിവിലേജും എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹം പാർലമെന്റ് അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. നമുക്കറിയാം, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭ, രാജ്യസഭ, അതിൽ മെമ്പർമാർ എങ്ങനെയൊക്കെ ആയിരിക്കണം, അപ്പോയിന്റഡ്, അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച വിഷയമാണ്. ബട്ട് അവിടെ ഒരു വിഷയം അഡ്രസ് ചെയ്യുവാൻ ആർക്ക് റൈറ്റ് ഉണ്ട്, അറ്റോർണി ജനറലിന് റൈറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ലീഗൽ ഓഫീസറെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബേസിക്കൽ. നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ തീർക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതുണ്ട്, നമുക്ക് തീർക്കണം. നമ്മളുടെ എക്സാം നമുക്ക് പ്രിപ്പയർ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. 6 വർഷത്തേക്കോ അല്ലെങ്കിൽ 65 വയസ്സോ, ഇതിലേതാണ് ആദ്യം സംഭവിക്കുന്നത്, അതോടെ എന്ത് ചെയ്യും, അദ്ദേഹം റിസൈൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹീസ് എ കസ്റ്റോഡിയൻ ഓഫ് ദ പബ്ലിക് പേഴ്സ്, ഈസ് എ കൺട്രോളിങ് എൻറ്റയർ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ആയിട്ടുള്ള ഫിനാൻസിന് മൊത്തം എന്താണ്, കസ്റ്റോഡിയൻ അദ്ദേഹമാണ് മൊത്തം ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓഡിറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്, ഫണ്ടുകൾ ഇത് ചെയ്യുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ അത് യൂണിയൻ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തലയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സ്പെൻഡിച്ചറും ഫ്രം ദ സ്റ്റേറ്റ്, അല്ലെ, സ്റ്റേറ്റിൽ നിന്ന് വരുന്ന എല്ലാ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കും, അല്ലെ. ഒരു വർഷമാവും ഇന്നതിനെന്ത് ചിലവായി, ഇന്നതെന്തൊക്കെ ചിലവായി എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം അത് ഓഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ എക്സ്പെൻഡിച്ചറും, കൺസോളിഡേറ്റീവ് ഫണ്ടിൽ നിന്നുള്ള എല്ലാ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, അദ്ദേഹം അതിൻ്റെ എല്ലാം ഉറപ്പുവരുത്തും. അത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് സ്റ്റേറ്റുകൾക്ക് ഇതായിട്ടുള്ളത് എന്നീ വിഷയങ്ങളൊക്കെ മൊത്തം എന്ത് ചെയ്യും,
പഠിക്കും എന്നുള്ളതാണ്, അദ്ദേഹം പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓൾസോ ദ ഓഡിറ്റ് report also audit the report the receipt and expenditure of the government companies. ഗവൺമെന്റിന്റെ നിരവധി കമ്പനികളുണ്ട്, BSNL പോലെയുള്ള. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ചെലവ് മറ്റു കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണ്. അതുപോലെ തന്നെ all bodies and authorities substantially financed from the union and state revenue. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയുമായിട്ടുള്ള എല്ലാ ബോഡീസിൻ്റെയും അവയുടെ എല്ലാം എന്ത് ചെയ്യും അദ്ദേഹം ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓൾ ദ കോർപ്പറേഷൻ ബോഡീസ് അല്ലേ, അതിനും എന്ത് ചെയ്യും അദ്ദേഹം ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അദ്ദേഹം സ്വന്തം ഓഡിറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഓഫീസ് ഉണ്ടാവും, ഓഫീസർമാരുണ്ടാവും, ഇതൊക്കെ. പക്ഷേ ഇറ്റ്സ് എ ഹെഡ് ഓഫ്, അദ്ദേഹമാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് പാർലമെന്റ് കമ്മിറ്റികളെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പാർലമെന്റ് കമ്മിറ്റി, ഞാൻ അധികം ഡീപ്പൊന്നായിട്ട് പോകുന്നില്ല, എന്നാലും അഡ്ഹോക് കമ്മിറ്റി എന്താണെന്ന് ഞാൻ പറയാം. പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പർപ്പസിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. ആ പർപ്പസ് കഴിയുന്നതോട് കൂടി എന്ത് ചെയ്യും, ആ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ആ കമ്മിറ്റിയുടെ കാലാവധി കഴിയും. അതാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല കമ്മിറ്റികൾ വരുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളും പല കമ്മിറ്റികളും എന്ത് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇസ് എ കവർ അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഓൾ ദ മിനിസ്റ്റർ. എല്ലാ മന്ത്രിമാരുടെയും ജൂറിസ്ഡിക്ഷൻ കവർ ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി. കുറേ മന്ത്രിമാരുണ്ടാവും 10, പക്ഷെ അതിൻ്റെ ഇടയിൽ അതൊക്കെ കവർ ചെയ്യുന്ന 6 കമ്മിറ്റികൾ. അതുപോലെ തന്നെ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ്, ദീസ് കമ്മിറ്റീസ്, അതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് കവർ ദ ജൂറിസ്ഡിക്ഷൻ ഓൾ മിനിസ്റ്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഗവൺമെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാ മന്ത്രിമാരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന 6 കമ്മിറ്റികളാണ് ഉണ്ടാവുക. ആ കമ്മിറ്റികളൊക്കെ ഏതൊക്കെയാണ്? കമ്മിറ്റി ഓൺ കൊമേഴ്സ്, കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സ്, കമ്മിറ്റി ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, കമ്മിറ്റി ഓൺ ഇൻഡസ്ട്രി, കമ്മിറ്റി ഓൺ ദ സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, ഫോറസ്റ്റ്. ഇതൊക്കെയാണ് കമ്മിറ്റികൾ. ഞാൻ തന്ന PDF-ൽ അത് കറക്റ്റായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. Each of these standing committee consists of not more than 45 members. ഈ കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? 45-ലധികം മെമ്പർമാർ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ 30 അംഗങ്ങളെ ലോക്സഭാ സ്പീക്കറിന് അദ്ദേഹത്തിന്റെ ലോക്സഭയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യാം. 15 മെമ്പർമാരെ രാജ്യസഭയിൽ നിന്ന് എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തല്ല, ഇതില് എലിജിബിൾ അല്ല എന്നുള്ളതാണ്. ഈ മെമ്പർമാരുടെ, ഈ കമ്മിറ്റിയിലെ മെമ്പർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ്. ഇറ്റ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാ മന്ത്രിമാരെയും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു 5 കമ്മിറ്റികളായിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. ആ കമ്മിറ്റികളാണ് കമ്മിറ്റി ഓഫ് കൊമേഴ്സ്, കമ്മിറ്റി ഓൺ ദ ഹോം അഫയേഴ്സ്, കമ്മിറ്റി ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, കമ്മിറ്റി ഓൺ ഇൻഡസ്ട്രി, കമ്മിറ്റി ഓൺ ദ സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, ഫോറസ്റ്റ് എന്ന് പറയുന്ന 5 കമ്മിറ്റി. ഓൺലി ദ 5 കമ്മിറ്റി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു 45 മെമ്പർമാരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിലുണ്ടാവേണ്ടത്. അതിൽ 30 മെമ്പർമാരെ ലോക്സഭയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിരിക്കണം, 15 മെമ്പർമാരെ രാജ്യസഭയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടായിരിക്കണം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എന്നുള്ളതാണ്. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ മറ്റു പല കമ്മിറ്റികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാമെന്നല്ല, നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപാട് കമ്മിറ്റികളുണ്ട്, ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. ഇത് 2 കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റിയാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
പിന്നെ വരുന്നൊരു കമ്മിറ്റി ഒന്ന് കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നൊരു കമ്മിറ്റി വരുന്നുണ്ട്. അതിൽ അംഗങ്ങളെന്ന് 30 അംഗങ്ങളായിരിക്കണം എന്ത് ചെയ്യുന്നത്. അതിൽ ലോകസഭയിൽ നിന്ന് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യപ്പെടേണ്ട മെമ്പർ. മനസ്സിലായില്ലേ? 30 മെമ്പർമാരായിരിക്കണം ലോകസഭയിൽ നിന്ന് എല്ലാ വർഷവും ഇതിൽ അംഗങ്ങളായിരിക്കേണ്ടവർ എന്നുള്ളതാണ്. ഒരു വർഷമാണ് കമ്മിറ്റിയുടെ കാലാവധി എന്നുള്ളതാണ്. അടുത്ത കമ്മിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ആൻഡ് കമ്മിറ്റി ഓൺ ദ പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. ദ കമ്മിറ്റി ഓൺ പബ്ലിക് അതിൽ 15 മെമ്പർമാരാണ് ലോകസഭയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നവർ, 7 മെമ്പർമാരാണ് രാജ്യസഭയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നവർ. അതുപോലെ തന്നെ ഒരു മന്ത്രി, ഇപ്പോൾ കൃഷി മന്ത്രി, അതുപോലെ തന്നെ വ്യവസായ മന്ത്രി, അങ്ങനെ മന്ത്രിമാരൊന്നും എന്തല്ല ഈ കമ്മിറ്റിയിൽ മെമ്പറല്ല. ഈ കമ്മിറ്റിയുടെയും കാലാവധി എന്താണ്? ഒരു വർഷമാണ് എന്നുള്ളതാണ്. ഇനി കമ്മിറ്റി ഓൺ ദ പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ 15 മെമ്പർമാരാണുള്ളത്. 15 മെമ്പർമാർ ലോക്സഭയിൽ നിന്നും 7 മെമ്പർമാർ രാജ്യസഭയിൽ നിന്നാണ്. ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി എന്ന പൊസിഷനിലിരിക്കുന്ന വ്യക്തി ഈ കമ്മിറ്റിയിൽ എന്താവാൻ പാടില്ല, അംഗമാവാനുള്ള എലിജിബിൾ അല്ല. കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വെദർ ദ മണി ഗ്രാൻറ്റഡ് ബൈ ദ പാർലമെന്റ് ഹാസ് ബി സ്പെൻഡ് ബൈ ഗവൺമെന്റ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് റൂൾസ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയാണ്. റൂൾസ് കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മിറ്റി 15 അംഗങ്ങളാണ് ആ കമ്മിറ്റിയിൽ എന്ത് ചെയ്യപ്പെടുന്നത്, കരുതപ്പെടുന്നത്. അതിൽ സ്പീക്കർ ഉണ്ടാവും. അദ്ദേഹമാണ് എക്സ് ഓഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിലേക്ക്, ഈ റൂൾസ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയിലേക്ക് അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കറാണ് എന്നുള്ളതാണ്. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. കമ്മിറ്റി ഓഫ് ദ പ്രിവിലേജ്, ദ കമ്മിറ്റി 15 മെമ്പർമാരാണ് ഈ കമ്മിറ്റിയിൽ കരുതപ്പെടുന്നത്. അതിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് സ്പീക്കറാണ്. അതായത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലോകസഭയിൽ മാത്രം അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്മിറ്റിയിൽ പെടുന്നത്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ മൊത്തം എന്തായിരിക്കും, ലോക്സഭയിലെ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ്. ദ കമ്മിറ്റി ഓൺ ദ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വെൽഫെയർ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ടതാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്. 20 മെമ്പർമാരാണ്. അതുപോലെ തന്നെ 20 മെമ്പർമാർ ലോക്സഭയിൽ നിന്നും 10 മെമ്പർമാർ രാജ്യസഭയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നത്. ഒരു വർഷമാണ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മറ്റു ചില കോൺസെപ്റ്റുകൾ, നമ്മൾ പാർലമെന്റിന്റെ മറ്റു ചില കോൺസെപ്റ്റുകളൊന്നും എന്ത് ചെയ്യാം, പരിശോധിക്കാം. ദ ഫസ്റ്റ് അവർ ഓഫ് എവരി പാർലമെന്റ് സിറ്റിംഗ് സ്ലോട്ടർ ഫോർ ദിസ്. During this time, the members ask and the minister usually give the answer. The question are the 3 type, namely start, unstart and short notice എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. നെയിംലി, സ്റ്റാർട്ട്, അൺസ്റ്റാർട്ട്, ഷോർട്ട് നോട്ടീസ് എന്നീ ഇതാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാർലമെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം പാർലമെൻറ്റ് എന്ന് പറയുന്നത് മിനിമം 2 വർഷത്തിലെങ്കിലും എന്ത് ചെയ്യണം, കൂടുതൽ എമർജൻസി ടൈമിൽ 1 വർഷം കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. നമ്മളുടെ നിയമങ്ങൾ നിർമ്മിക്കുക, നമ്മളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്, പാർലമെൻറ്റ് കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റിൽ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ഉള്ള സെക്ഷൻ എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം, പല വിഷയങ്ങളിൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾക്ക് മന്ത്രിമാരെന്ത് ചെയ്യും, മറുപടി കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സ്റ്റാർട്ട്, അൺസ്റ്റാർട്ട്, ഷോർട്ട് നോട്ടീസ് എന്നിവയാണ് 3 ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ require an oral answer and hence the supplementary questions can follow. ഓറൽ എന്താണ്, മറുപടി പറയുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളതാണ്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ
on the other hand requires a written answer. അതായത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഥവാ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളാണ്. റിക്വയർസ് എ റിട്ടൺ, നമുക്ക് ഓൺ അതർ ഹാൻഡ് നമുക്ക് അതിൽ എന്താണ് മറുപടി എന്നുള്ളത് റിട്ടൺ ആൻസർ ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമുക്ക് മറുപടി വേണ്ടത്. പക്ഷേ ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾക്ക് സപ്ലിമെന്ററി ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ വിഷയം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഈസ് എ വൺ ദാറ്റ് ഈസ് ആസ്ക്ഡ് ഗിവൻ ദ നോട്ടീസ് ഓഫ് ദ ലെസ് ദാൻ 10 days ഇറ്റ് ഈസ് ആൻസർഡ് ഓർലി. ഇത് നോട്ടീസ് വരെ എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കും. അതുപോലെ തന്നെ 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിനെ ഓറലി ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുള്ള 3 വിഭാഗമുണ്ട്. അതിൽ ജുഡീഷ്യറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേസിക് ഐഡിയനെ കുറിച്ച് അറിയാം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ്, അത് യൂണിയനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. അത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്. ജില്ലകളെ സംബന്ധിച്ച് വരുമ്പോൾ ജില്ലാ കോടതികളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ മജിസ്ട്രേറ്റ് കോടതികളാണ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗ്രാമീണ ന്യായാലയമൊക്കെ അതിൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. മെട്രോപൊളിറ്റൻ കോടതികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ വരുന്ന പ്രധാന കേസുകൾ യൂണിയനും സ്റ്റേറ്റുകളും തമ്മിൽ, അതുപോലെ സ്റ്റേറ്റുകളും തമ്മിലുള്ള വിഷയം, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന 2 കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവം നമുക്ക് സുപ്രീം കോടതിയിൽ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി എന്നല്ല കാര്യങ്ങൾ. 1956 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ആവുന്നു. അതോടെ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നു. ഇതോടൊപ്പം തന്നെ അതേസമയം തന്നെ നമുക്കൊരു കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഇവിടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി അതേസമയം ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അണ്ടർ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതേ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1950 ജനുവരി 28-നാണ് ഇതേ ഫെഡറൽ കോർട്ട് സുപ്രീം കോടതിയായിട്ട് എന്ത് ചെയ്യുന്നത്, ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് 8 ജഡ്ജിമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് 1956 10 മാറ്റി, 1960 13 മാറ്റി, 77 17 മാറ്റി, 1986 25 മാറ്റുകയും ചെയ്തു. 2009 ഫെബ്രുവരിയിലാണ് പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ നമ്പർ വർദ്ധിപ്പിച്ചത് 25 to 30 മാറ്റി. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അഥവാ വിത്ത് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് അടക്കം 31 ജഡ്ജിമാരാണ് നിലവിൽ ഉണ്ടാവുക. അടുത്തത് ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്.
ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഒരു ചെറിയൊരു കാര്യമുണ്ട്, സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമാരാണ് സുപ്രീം കോടതി ജഡ്ജാണ് എന്നുള്ളതാണ്. പക്ഷെ അൾട്ടിമേറ്റ് ദ പവർ ടു ദ പ്രസിഡന്റിനാണ് എന്നുള്ളതാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ചീഫ് ജസ്റ്റിസ് is appoint the president after consultation with the judges of the Supreme Court and High Court of the deemed necessary. പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ തീരുമാനിക്കുന്നത് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരുമൊക്കെയായി ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസിനോട് എന്ത് ചെയ്യുന്നു, കൺസൾട്ട് ചെയ്തിട്ടാണ് മറ്റു ജഡ്ജിമാരെ തീരുമാനിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിനെയാണ് സാധാരണയായിട്ട് എന്തായിട്ട് ആക്കാറുള്ളത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആക്കാറുള്ളത്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 124(3) of the Indian Constitution deal about it. He should be citizen of India. അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. He should have been for at least 5 years a judge of High Court. 5 വർഷം ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് എന്തായിരിക്കണം, അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം 10 വർഷം ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് അദ്ദേഹത്തെ തീരുമാനിക്കുവാനുള്ള റൈറ്റ് പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷണറി പവർ ആണ് അത് തീരുമാനിക്കുന്നത്. അടുത്തത്, ഒരു ജഡ്ജിന്റെ കാലാവധി കഴിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 65 വയസ്സ് വരെയാണ് ഒരു ജഡ്ജിന്റെ കാലാവധി. ഒരു ജഡ്ജ് വിരമിക്കേണ്ടി വരുന്നത് 65 വയസ്സാവുമ്പോഴാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സ്വയം റിസൈൻ ചെയ്ത് പോരാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ അവിടെ നിന്ന് ഇംപീച്ച് ചെയ്യാം എന്നുള്ളതാണ്. അഡ്ഹോക് ജഡ്ജ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. സുപ്രീം കോടതിയിൽ കോറം തികയാതെ പെർമനന്റ് ജഡ്ജിമാരുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജഡ്ജിനെ ടെമ്പററി ആയിട്ട് സുപ്രീം കോടതിയിലേക്ക് എടുക്കാം. അദ്ദേഹമാണ് അഡ്ഹോക് ജഡ്ജ്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഒരു ജഡ്ജ് അദ്ദേഹം റിട്ടയർഡായി, അദ്ദേഹത്തെ തിരിച്ച് സേവനം ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് കോടതിയിൽ എത്തിക്കാൻ പറ്റുമോ, കോടതിയിൽ സേവനം അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആർട്ടിക്കിൾ 128 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മേ ബി അറ്റ് എനി ടൈം. ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യാം, ഒരു വ്യക്തിയോട്, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന വ്യക്തിയോട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞെങ്കിൽ പ്രസിഡന്റിന്റെ കൺസെന്റോട് കൂടിയിട്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് കോടതിയിലേക്ക് കയറ്റാം. ഇന്ത്യൻ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സുപ്രീം കോടതിയേക്കാളൊക്കെ ഒരുപാട് വലിയൊരു കോടതിയാണ്. ഇനി അടുത്തത് സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷൻ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് സുപ്രീം കോടതി ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ആർട്ടിക്കിൾ 131. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, 132. പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്, ആർട്ടിക്കിൾ 137. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ 143. അപ്പീൽ ഇൻ സിവിൽ കേസസ് 133. അപ്പീൽ ഇൻ ക്രിമിനൽ കേസസ് 134. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ.
ഇനി നമ്മൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താണ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഒന്ന് രണ്ട് ഇതൊന്നും നമുക്കതിനെ പരിശോധിക്കാം. 131 ആർട്ടിക്കിളിലാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നത്. ഇത് any dispute between the government of India and one or more states. ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒന്നോ അതിലധികമോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലൂടെ സുപ്രീം കോടതിയിലൂടെയാണ് പരിഹരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റും ചില സ്റ്റേറ്റുകളും മറ്റു ചില സ്റ്റേറ്റുകൾ വേറൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളും വരുമ്പോഴും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് മുന്നോട്ട് നീങ്ങുന്നത്. അടുത്തത് വരുന്നത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള വിഷയം വരുമ്പോൾ ആ സ്റ്റേറ്റുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ആ വിഷയവും ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 32 ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞൊരു വിഷയമാണ്. ആർട്ടിക്കിൾ 32 നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിളും അഥവാ ഇത് പ്രകാരം നമ്മൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുന്നതും ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന കാര്യമാണ്. ഇത് പ്രകാരമാണ് ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ ആൻഡ് സസോറി എന്ന് പറയുന്ന 3 റിട്ടുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ചില വിഷയങ്ങൾ കൂടി ഞാൻ ജസ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞു പോവാം. Appellate jurisdiction of Supreme Court in appeals from the High Court involving the interpretation of the Constitution. 132 ആർട്ടിക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്. 133 ആർട്ടിക്കിളിൽ പറയുന്നത് Appellate jurisdiction of Supreme Court in the appeals from the High Court in regarding the civil matters. 134 പറയുന്നത് Appellate jurisdiction of Supreme Court in regarding to the criminal matters and the special leave to the appeal by the Supreme Court. 136ലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് ഓർ ഓർഡേഴ്സ്. 137ലാണ് ഈ 137 ആർട്ടിക്കിളിലാണ് ഇതും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റിമൂവൽ ഓഫ് ദ ജഡ്ജസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിമൂവൽ ഓഫ് ദ ജഡ്ജസിനെ കുറിച്ചിട്ടാണ്. ഒരു ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അതിൻ്റെ ഓർഡർ ഇറക്കുന്നത് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അദ്ദേഹത്തിന് ഇൻകപ്പാസിറ്റി ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ കാരണങ്ങളാൽ അദ്ദേഹത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാക്കുന്നത് പ്രസിഡന്റാണ്. പക്ഷെ പ്രസിഡന്റ് പാസ്സാക്കുന്ന ഓർഡർ 2 കമ്മിറ്റികളിലും ഡിസ്കസ് ചെയ്യണം. 2 കമ്മിറ്റികളും അഡ്രസ് ചെയ്തതിനു ശേഷം അഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആയിരിക്കണം. മെജോറിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. അതിന് വോട്ടിങ്ങിൽ 2/3 വോട്ടിംഗ് എന്തായിരിക്കണം, അതിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്താക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഹൈക്കോടതിയിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എല്ലാ സ്റ്റേറ്റുകൾക്കും എന്ത് വേണം, ഹൈക്കോടതി വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 216 പറയുന്നത് every high court shall be consist the chief justice and such other judges as a person may be the from the time to time deem it necessary to appointment. അതായത് പ്രസിഡന്റ് എല്ലാ സ്റ്റേറ്റുകളിലും എന്ത് വേണം, ഹൈക്കോടതി വേണം. ഹൈക്കോടതിയിലെ സമയാസമയങ്ങളിൽ ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കേണ്ട ഉത്തരവാദിത്തം പ്രസിഡന്റിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നതുമാരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്.
പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം 62 വയസ്സാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഒരു വാറന്റ് ഒരു ഇഷ്യൂ ചെയ്യും അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ ആഫ്റ്റർ കൺസൾട്ടേഷൻ. അദ്ദേഹം ഒരു ഓർഡർ ഇറക്കും, കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഗവർണറുമായി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ തന്നെ ജഡ്ജസിനെയും എന്ത് ചെയ്യും, അദ്ദേഹം അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കാം. എ പേഴ്സൺ ഷുഡ് ഹാവ് ബീൻ ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കും. വിദേശ പൗരനോ അലയൻസ് പൗരനോ മറ്റൊന്നും ആയിരിക്കരുത്, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഈ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 10 years ഹെൽഡ് ആൻഡ് ജുഡീഷ്യൽ ഓഫീസർ ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അദ്ദേഹം ഒരു 10 വർഷം ജുഡീഷ്യൽ ഓഫീസറായിട്ട് ഇരുന്ന വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് ജഡ്ജ് ആവാൻ പറ്റുള്ളൂ, ഹൈക്കോടതി ജഡ്ജ് ആവാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അദ്ദേഹം 10 വർഷം ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആയിരിക്കണം. പ്രസിഡന്റിന്റെ കണ്ണിൽ പ്രസിഡന്റിന് അദ്ദേഹം നല്ലൊരു ജഡ്ജിയായി തോന്നിയതായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഫീൽ ചെയ്യണം. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റുള്ള ഇതിലേക്ക് കടക്കാം. അതായത് ഇനി നമുക്ക് ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അലഹാബാദ് ഹൈക്കോടതി 1866 വന്നതാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി 1954 വന്നതാണ്. ബോംബെ ഹൈക്കോടതി 1862 വന്നതാണ്. കൽക്കത്ത 1862 വന്നതാണ്. ഛത്തീസ്ഗഡ് 2000 വന്നതാണ്. ഡൽഹി ഹൈക്കോർട്ട് 1966 വന്നതാണ്. ഗുവാഹത്തിയിൽ 1948 വന്നതാണ്. അതായത് ഗുജറാത്തിൽ 1960 വന്നതാണ്. ഹിമാചൽ പ്രദേശിൽ 1971 വന്നതാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ 1928, ജാർഖണ്ഡ് 2000, കർണാടക 1884, കേരള 1958. കേരളയും ലക്ഷദ്വീപുമാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്. മധ്യപ്രദേശ് 1956, മദ്രാസ് 1862, ഒറീസ 1948, പട്ന 1916, പഞ്ചാബ് ആൻഡ് ഹരിയാന 1875, രാജസ്ഥാൻ 1949, സിക്കിം 1975, ഉത്തരാഖണ്ഡ് 2000. അതുപോലെ തന്നെ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്രധാനപ്പെട്ട ഇതായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മണിപ്പൂരിന് 2013 പുതിയൊരു ഹൈക്കോടതി വന്നിട്ടുണ്ട്. മേഘാലയക്ക് പുതിയൊരു ഹൈക്കോടതി വന്നിട്ടുണ്ട്. ത്രിപുരക്ക് പുതിയൊരു ഹൈക്കോടതി വന്നിട്ടുണ്ട്. തെലങ്കാനക്ക് പുതിയൊരു ഹൈക്കോടതി. ഈ നേരത്തെ പറഞ്ഞെങ്കിൽ 2013 പുതിയ ഹൈക്കോടതി വന്നത്. ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്, മേഘാലയ, മണിപ്പൂർ, ത്രിപുര എന്നിവയ്ക്കൊക്കെ. മാത്രമല്ല അതിനുശേഷം പിന്നീട് തെലങ്കാനക്കും പുതിയ എന്ത് ചെയ്തിട്ടുണ്ട്, തെലങ്കാനയ്ക്ക് പുതിയ ഹൈക്കോടതി അതിന് ശേഷം വന്നിട്ടുണ്ട്. ഇതാണ് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഭാഗമായിട്ട് നിലനിൽക്കുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ലോക്സഭയെയും രാജ്യസഭയെയും പഠിച്ചു, അതായത് പാർലമെന്റിനെ കുറിച്ച് പഠിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് ലോക്സഭയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നിയമം നിർമ്മിക്കുന്നത് സ്റ്റേറ്റിനും കൂടി പവർ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിലവിൽ ഇനി എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുക? നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. നിലവിൽ നമുക്ക് എന്തുണ്ട്? ലോകസഭയും രാജ്യസഭയും ഉണ്ട്. ലോകസഭയും രാജ്യസഭയും ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഇറ്റ്സ് സിമ്പിൾ. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകളിൽ 2 കമ്മിറ്റികൾ ഉണ്ടാവും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്.
അപ്പോൾ 2 ഹൗസ് ഉണ്ടാവും. ഗവർണർ ചില സ്റ്റേറ്റുകളിൽ 22 സ്റ്റേറ്റുകളിലൊന്നും 23 സ്റ്റേറ്റുകളിലൊന്നും 6 സ്റ്റേറ്റുകളിൽ 2 എന്തുണ്ട്, ഇതുപോലെ രാജ്യസഭയും ലോകസഭയും പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് സംസ്ഥാനങ്ങൾക്കും രാജ്യസഭയും ലോകസഭയും പോലെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് വിധാൻസഭയാണ്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ഇങ്ങനെ 2 സാധനങ്ങളാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് സ്റ്റേറ്റിന് ഉണ്ടാവുക എന്നുള്ളത്. 2 ഹൗസ് ഉള്ളതിന് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. 2 ഹൗസസ് ഉള്ളതിൻ്റെ സ്റ്റേറ്റ്സ് ആദ്യം ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ബീഹാർ ഉണ്ട്, കർണാടക ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് 2 സഭകളുള്ളത്. ബാക്കി എല്ലായിടത്തും എന്താണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമുള്ളൂ. കേരളത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമുള്ളൂ. നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള കർണാടകയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകസഭയിലുള്ള പോലെ തന്നെ പാർലമെന്റിലുള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന സാധനം 6 സംസ്ഥാനങ്ങളിലുണ്ട്. ബാക്കിയുള്ള 23 സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമുള്ളൂ. അപ്പോൾ ഇനി നമുക്കിനി ഗവർണർ, എന്താണ് ഗവർണർ എന്ന് പറയുന്നത്? ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ആ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഗവർണറാണ്. ആർട്ടിക്കിൾ 153 എന്ത് ചെയ്യുന്നത്, ഗവർണറുടെ പൊസിഷനെ കുറിച്ച് പറയുന്നത്. ഗവർണറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെ? അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് പോലെ ഒരു ഹെഡാണ് ആര്, ഗവർണർ എന്ന് പറയുന്നത്. പക്ഷേ ഗവർണർ, നമ്മൾ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എലക്ട് ചെയ്യുന്നതാണ്, വേറെ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് പ്രസിഡന്റിന്റെ പോലെ സ്റ്റേറ്റിൽ ഉള്ള വ്യക്തിയാണ്, ഇന്ത്യയിലെ പ്രസിഡന്റ് പോലെ സ്റ്റേറ്റിൽ അഥവാ സംസ്ഥാനത്ത് ഉള്ള വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസിഡന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 153 എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ എന്ത് ചെയ്യുന്നു, അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ റെക്കമെൻഡേഷൻ വരികയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ത് ചെയ്യും, ചിലപ്പോ ഗവർണറെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, മാറ്റും. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഹോൾഡ് ഓഫീസ് പ്ലഷർ ആയിട്ടുള്ള, അതായത് ഗവൺമെന്റ് സർവീസിലൊന്നും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് അദ്ദേഹം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിനോ ഹൈക്കോടതിക്കോ അദ്ദേഹത്തെ റിമൂവ് ചെയ്യുവാനുള്ള യാതൊരു റൈറ്റും ഇല്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന് ഹൈക്കോടതി, അതായത് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ഗവർണർ എന്ന് പറയുന്നത്. ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര മന്ത്രിമാരുടെ തീരുമാനപ്രകാരം പ്രസിഡന്റാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടത്. അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രതിനിധാനം പൊളിറ്റിക്സ് എന്ന് പറയുന്ന മറ്റൊന്നാണ്. മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്സ് അതിൻ്റെ ഒരുപാട് ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇനി അടുത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം.
ഗവർണറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹി ഷുഡ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്മൾ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഒരു പൗരൻ ആയിരിക്കണം എന്നുള്ളത്. ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, അദ്ദേഹം ഒരു പൗരൻ ആയിരിക്കണം എന്നുള്ളത്. അദ്ദേഹം എന്തായിരിക്കണം? 35 വയസ്സ് പൂർത്തീകരിക്കുന്ന വ്യക്തി ആയിരിക്കണം. 35 വയസ്സ് പൂർത്തീകരിച്ച വ്യക്തിയായിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം പാർലമെന്റ് ഏതെങ്കിലും ഹൗസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന്റെ ഏതെങ്കിലും ഹൗസിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ കൗൺസിലിലോ അംഗമായ വ്യക്തി ആയിരിക്കരുത്. ഇതായിരിക്കണം അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റും കണ്ടീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഗവർണറെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്, ജുഡീഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ മേലെ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും എന്ത് ചെയ്യുക? എല്ലാ പ്രവർത്തനവും എന്ത് ചെയ്യുക? എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുക? ചെയ്യാൻ പോകുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷനെ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന്റെ കാലാവധിയും തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അടുത്തത്, അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 168 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അദ്ദേഹം, ഗവർണർ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഇന്റീഗ്രൽ പാർട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം? ജനറൽ ഇലക്ഷന് ശേഷവും ഓരോ വർഷത്തിന്റെ ആദ്യവും എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ അസംബ്ലിയിലോ മെമ്പർ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ എന്ത് ചെയ്യാം? അവിടെ അഡ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് റൈറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. ഫിനാൻഷ്യൽ പവറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പവർ അദ്ദേഹത്തിനുണ്ട്. ജുഡീഷ്യൽ പവർ, ഫിനാൻഷ്യൽ പവർ എന്ന് പറയുമ്പോൾ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റ് വിത്ത് ദ പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗവർണർ. നിങ്ങളൊരു മണി ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഗവർണർ എന്ത് വേണം? അപ്പോയിന്റ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കമ്മീഷനെ എല്ലാ 5 വർഷം കൂടുമ്പോഴും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുവാനുള്ള റൈറ്റും എന്തുണ്ട്? ഗവർണർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ പവർ വരുന്നുണ്ട്. പാഡൻ, നമ്മൾ പ്രസിഡന്റ് ചെയ്യുന്നത് പോലെ പാഡനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു കുറ്റം ഇതുമായി ബന്ധപ്പെട്ട, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പല കുറ്റങ്ങളിൽപ്പെട്ടവരെയും എന്ത് ചെയ്യാം? അവരെ കൺവിക്റ്റിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള റൈറ്റ് ചില സന്ദർഭങ്ങളിൽ മാത്രം എന്തുണ്ട്? അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി പവർ ഉണ്ട്. The governor is satisfied the government of the government cannot be carried in the accord in the provisions of the constitution. He may be the under article 350 recommend the president of India. ഗവർണർ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ആദ്യം പറഞ്ഞാൽ ഗവൺമെന്റ് മര്യാദക്ക് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് സമ്മതത്തോടു കൂടി എന്ത് ചെയ്യാം? എമർജൻസി അനൗൺസ് ചെയ്യാം. ആർട്ടിക്കിൾ 356 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 500 മെമ്പർമാരായിരിക്കണം എന്ത് ചെയ്യുന്നത്? മാക്സിമം മെമ്പർമാർ. നിലവിൽ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 140 അംഗങ്ങൾ മാത്രമുള്ളൂ. നോമിനേറ്റഡ് മെമ്പേഴ്സ് അടക്കം 141 അംഗങ്ങളുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 500 വരെ ആവാം. നമുക്കറിയാം, ഉത്തർപ്രദേശ് പോലെയുള്ള, ബീഹാർ പോലെയുള്ള, രാജസ്ഥാൻ പോലെയുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ പോപ്പുലേഷൻ അടിസ്ഥാനമാക്കിയാണ് MP-യെയും MLA-യും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കണക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, 60 മെമ്പർമാരിൽ എന്ത് ചെയ്യരുത്? താഴുവാനും പാടില്ല.
അതുപോലെ തന്നെ ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും എന്താണ് 5 വർഷത്തേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാർലമെന്റ് അതേ സിസ്റ്റം, ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ തന്നെ ലോക്സഭയും ഒരേ സംഭവമാണെന്ന് മനസ്സിലാക്കുക. ഒരേ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ്, ഒരേ സംഭവം ഒറ്റ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് യൂണിയൻ്റെത്, ലോക്സഭയാവുമ്പോൾ യൂണിയൻ്റെത്, അതുപോലെ അസംബ്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആവുമ്പോൾ സ്റ്റേറ്റിൻ്റെത്, രാജ്യസഭയാവുമ്പോൾ യൂണിയൻ്റെത്, അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആവുമ്പോൾ സ്റ്റേറ്റിൻ്റെതാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടൊരു ബോധ്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. മറ്റു മന്ത്രിമാരെയും ചീഫ് മിനിസ്റ്റർ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിന് എന്തായിരിക്കണം, സിറ്റിസൺ ആയിരിക്കണം. ഹി മസ്റ്റ് ബി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. രണ്ടാമത്തേത് 25 വയസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, താഴെയുള്ള ഒരു വ്യക്തിയായിരിക്കുന്നത്. പക്ഷേ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 30 വയസ്സിൽ താഴെയുള്ള വ്യക്തി ആയിരിക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മെമ്പർമാർ വേണമെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നോ പേഴ്സൺ കൻ ബി ദ മെമ്പർ ഓഫ് ദ ബോത്ത് ഹൗസസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു വ്യക്തി 2 സഭയിലും മെമ്പർ അല്ല എന്നിരിക്കെ അദ്ദേഹം എന്താണ്, ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 60 ദിവസം ഒരു പെർമിഷനും ഹൗസിൻ്റെ ഒരു പെർമിഷനും ഇല്ലാതെ ലീവ് എടുക്കുന്നു, ആബ്സെൻ്റ് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ സീറ്റ് വേക്കൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഹൗസ് മെമ്പർക്ക് മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, അതായത് 60 വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഹൗസ് മേ ബി ഡിക്ലെയർ സീറ്റ് വേക്കൻ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർക്കൊക്കെ മെമ്പർ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർക്ക് ആർക്കും ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഒരു മെമ്പർ അൺസൗണ്ട് ആയിട്ടുള്ള ഒരു മെമ്പർ, ഇൻസോൾവെന്റ് ആയിട്ടുള്ള മെമ്പർ, ഡിസ്ചാർജ് ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു മെമ്പർ, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആണ് അണ്ടർ 10th ഷെഡ്യൂൾ ഓഫ് ദ ഗ്രൗണ്ട്സ് ഓഫ് ദ ഡിഫെക്ഷനിൽ ഉള്ള വ്യക്തികൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മെമ്പർ ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞു നമ്മൾ രാജ്യസഭ പോലെ സംസ്ഥാനങ്ങളിലുള്ള കേന്ദ്രത്തിലെ രാജ്യസഭ പോലെ സംസ്ഥാനങ്ങളുള്ള സംവിധാനമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളതിനേക്കാളും 3-ൽ, അതായത് ഇപ്പോൾ 30 മെമ്പർമാരാണെങ്കിൽ 10 മെമ്പർമാരിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളാവാൻ പാടില്ല. അതായത് പക്ഷെ അതിനൊരു കണ്ടീഷൻ ഞാൻ പറയാം, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇത് പറഞ്ഞു എന്നുള്ളൂ. സംഭവം 3-ൽ-1 മെമ്പേഴ്സിന് അധികമാവാൻ പാടില്ല എന്നുള്ളതാണ്. ബട്ട് 40 മെമ്പേഴ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, കുറയാൻ പാടില്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 40 മെമ്പർമാരിൽ കുറയാൻ പാടില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 3-ൽ-1 അംഗങ്ങളായിരിക്കണം ഇതിലെന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓരോ 2 വർഷം കൂടുമ്പോഴെന്ത് ചെയ്യും, അതിലെ മെമ്പർമാർ റിട്ടയർഡ് ആവും എന്നുള്ളതാണ്. രാജ്യസഭ ഇൻ ദ സെൻറ്റർ ഇറ്റ് ഈസ് എ പെർമനന്റ് ബോഡിയാണ്. അത് നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല എന്ത് രാജ്യസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതും എന്താണ്, ഡയറക്റ്റ്ലി തിരഞ്ഞെടുക്കുന്നതല്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഞാൻ മുമ്പ് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഓഫീസറാണ്. നമ്മൾ അറ്റോർണി ജനറലിനെ കുറിച്ച് പറഞ്ഞ അതേ പൊസിഷനിൽ സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ട് വരുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം എന്തായിരിക്കണം,
ഹൈക്കോടതി ജഡ്ജിയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ഗവർണറാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അറ്റോർണി ജനറലിൻ്റെ അതേ പൊസിഷൻ, യൂണിയനിൽ അറ്റോർണി ജനറൽ ചെയ്യുന്ന അതേ പൊസിഷനിൽ സ്റ്റേറ്റിൽ അഡ്വക്കേറ്റ് ജനറൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ എയ്തർ ഹൗസ് ഓഫ്, ഞാൻ പറഞ്ഞല്ലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മെമ്പർ അല്ലെങ്കിലും അദ്ദേഹത്തിന് അവിടെ സംസാരിക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ലീഗൽ മാറ്റേഴ്സിന് എന്ത് ചെയ്യാൻ അദ്ദേഹമാണ് അഭിപ്രായം പറയുന്നതും അതിൽ തീരുമാനമെടുക്കുന്നതും എന്താണ്, അദ്ദേഹമാണ് എന്നുള്ളതാണ്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. അടുത്ത നമ്മൾ കമ്മീഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് കമ്മീഷൻസ് നമ്മളിവിടെയുണ്ട്, പല വിഷയങ്ങളും പഠിക്കുവാനും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുവാനും വേണ്ടി. തുടക്കത്തിൽ നമ്മൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 280, 281 ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അഥവാ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന 5 വർഷത്തേക്കുള്ള കാലാവധിക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് 5 വർഷത്തേക്കുള്ള കാലാവധിക്കാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതില് ഒരു ചെയർമാനും 4 അംഗങ്ങളാണ്. അതായത് മൊത്തത്തിൽ ടോട്ടൽ 5 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു ദ പ്രസിഡന്റ് ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ ടാക്സ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എത്ര ശതമാനം ടാക്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷനുകൾക്കും പ്രസിഡന്റിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ അപ്പോയിന്റ് ദ പ്രിൻസിപ്പൽ വിച്ച് ഷുഡ് ഗിവ് ഗവൺ ദ ഗ്രാൻഡ് ഇൻ എയ്ഡ് to the revenue of the state out of the consolidated fund of India. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് അത് പരാമർശിച്ച് പോകുന്നുള്ളൂ. നമ്മൾ ഇതിലേക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ സെക്ഷൻസ് ആണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഫിനാൻസ് കമ്മീഷൻ സെക്ഷൻ ഏതാണ്, എത്ര വർഷത്തേക്കാണ് എന്നുള്ളതൊക്കെയാണ്, എത്ര മെമ്പർമാരാണ്, അതാണ് മാക്സിമം ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇതായിട്ട് പറയുന്നു എന്നുള്ളൂ സംഭവം. അടുത്തത് പ്ലാനിംഗ് കമ്മീഷനാണ്. നമുക്കറിയാം എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15 അതായത് 1950 മാർച്ച് 15 എന്ത് ചെയ്യുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് അതിന്റെ പ്രധാനപ്പെട്ട ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യം ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവും വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദ പ്രൈമറി ഫംഗ്ഷൻ കൺസിസ്റ്റ് ഇൻ ദ പ്ലാനിംഗ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് സാമൂഹികവും സാമ്പത്തികവും വികസനവും ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതിന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് 5 ഇയർ പ്ലാനിനെ കുറിച്ച്, പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം നമ്മുടെ രാജ്യം നിലവിൽ വന്നതിന് ശേഷം നിരവധി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. പഞ്ചവത്സര പദ്ധതി USSR നിന്നാണ് നമ്മൾ കടമെടുക്കുന്നത്. പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ 2 തരത്തിലുള്ള പദ്ധതിയുണ്ട്. 25 വർഷത്തേക്കുള്ള പദ്ധതി ഉണ്ടായിരുന്നു, 5 വർഷത്തേക്കുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഈ പഞ്ചവത്സര പദ്ധതിയിൽ ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി അതിലെ വികസനം നോക്കുക എന്നുള്ള, അതിന് ഫണ്ട് അനുവദിക്കുക, അതിൻ്റെ ഡെവലപ്മെന്റ്സ് മുന്നോട്ട് നോക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നിരവധി വിപ്ലവങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, റവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. വൈറ്റ് റവല്യൂഷനും അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പറയുന്നത് കൃഷിയെ കുറിച്ചിട്ടായിരുന്നു. പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചവത്സര പദ്ധതിയുടെ ഹെഡായിട്ട് നിലകൊള്ളുന്നത്.
ഇനി അടുത്തത് നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. സ്റ്റേറ്റുകളിലെ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ കമ്മീഷണറെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് റിമൂവ് ചെയ്യാം. അതായത് പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ്. എന്തെങ്കിലും പ്രശ്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തെ റിമൂവ് ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. നമുക്കറിയാം നിലവിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും അറിയാം. അഥവാ ലോക്സഭയിലേക്കും അതുപോലെ തന്നെ പാർലമെന്റിലേക്കും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവിലേക്കുമുള്ള ഇലക്ഷനുകൾ, പഞ്ചായത്ത് ഇലക്ഷനുകൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളതാണ്. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ്. ഈ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 മാർച്ച് 23 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഡേറ്റ് ഓർമ്മിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മീഷൻ വരുന്നത് ബാക്ക്വേർഡ് ക്ലാസസ് ആയിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കമ്മീഷൻ വരുന്നത്. ആർട്ടിക്കിൾ 340 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ കമ്മീഷൻ investigates the condition difficulty faced by the socially educationally backward, make the appropriate recommendation. ആർട്ടിക്കിൾ 340 പ്രകാരം സാമൂഹികപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ, അതായത് ഈ പറയുന്ന കമ്മിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. 2005 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ആണ് മുസ്ലിങ്ങൾ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലാണെന്ന് കൊണ്ടുവന്ന ഒരു റിപ്പോർട്ട്. ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെയർപേഴ്സണായിട്ട് 5 മെമ്പർമാരാണ് എന്ത് ചെയ്യുന്നത്, ഒരു ചെയർപേഴ്സൺ അടക്കം 5 മെമ്പർമാരാണ് എന്ത് ചെയ്യുന്നത് ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ ദ സുപ്രീം കോർട്ട്. ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അടുത്ത കമ്മീഷൻ വരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചിട്ട് അറിയാം. 1993 പാർലമെന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, ആക്ട് പാസ്സാക്കുന്നത്. നിരവധി മനുഷ്യര് നിരവധി ബുദ്ധിമുട്ടുകൾ രാജ്യത്ത് നേരിടുന്നു, വിദേശത്ത് നേരിടുന്നു. ഇന്ത്യയിലെ പൗരന്മാർ വിദേശത്ത് ഒരുപാട് മനുഷ്യ അവകാശങ്ങൾ ലംഘനങ്ങൾ എന്ത് ചെയ്യുന്നു, നേരിടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, കമ്മീഷൻ നേരെ അത് ഇടപെടുന്നു. ഇതാണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റും എന്ത് ചെയ്യണം, ഓരോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. അതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്രത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവും, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ ഉണ്ടാവും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1993. ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഷിക റിപ്പോർട്ടും എന്ത് ചെയ്യണം, ഈ കമ്മിറ്റി പാർലമെന്റിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ മെമ്പറിന് 70 വയസ്സ് വരെ എന്ത് ചെയ്യാം, 70 വയസ്സ് വരെയോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഏതാണോ ആദ്യമാവുന്നത് അപ്പോൾ അദ്ദേഹം അതിൽ നീങ്ങും. ചെയർപേഴ്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെ. അതുപോലെ തന്നെ 4 മറ്റു മെമ്പർമാരായിരിക്കും എന്ത് ചെയ്യുക ഇതിലുണ്ടാവുക.
അടുത്തത് വരുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആണ്. ഇതിൽ ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 മെമ്പർമാരും അടങ്ങുന്നതാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചെയർമാനും മറ്റ് മെമ്പർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. ഇനി എന്തൊക്കെയാണ് ഈ കമ്മീഷന്റെ ധർമ്മങ്ങൾ എന്ന് പരിശോധിക്കാം. കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. എന്താണ് മൈനോറിറ്റിയുടെ പ്രോഗ്രസ്സസ് എന്താണെന്ന് ഇവർ പരിശോധിക്കുന്നു. ദേ എവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് മൈനോറിറ്റി. മൈനോറിറ്റിയുടെ വികസനത്തിൽ എന്തൊക്കെയാണ് പ്രോഗ്രസ് ഉണ്ടായത് എന്നാണ് ഇത് പരിശോധിക്കുന്നത്. നിലവിൽ നമുക്ക് മൈനോറിറ്റി മിനിസ്റ്റർ വരെയുണ്ട്. അതായത് മോണിറ്റർ ദ വർക്കിംഗ് ഓഫ് ദ സേഫ് ഗാർഡ് ദ പ്രൊവൈഡ് ദ ലോ എനക്ട് ബൈ പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾ, സ്റ്റേറ്റിലും പാർലമെന്റിലും നിലനിൽക്കുന്ന നിയമങ്ങൾ എത്രത്തോളം മൈനോറിറ്റികളെ ഇത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ വാദിക്കുന്നു എന്ന വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നതാണത്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷനുകൾ എടുക്കുന്നു, ആവശ്യമായുള്ള സേഫ് ഗാർഡുകൾ എടുക്കുന്നു, അഥവാ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ന്യൂനപക്ഷ താല്പര്യങ്ങൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള റെക്കമെൻഡേഷനുകൾ, സേഫ് ഗാർഡുകൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ഇതാണ് മൈനോറിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം. അടുത്തത് വരുന്ന 2 കമ്മിറ്റികൾ എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ആർട്ടിക്കിൾ 338 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, 89ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ്, 2003 89ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് ഈ ആക്ട് വരുന്നത്. ഈ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന കമ്മീഷനെ നിയോഗിക്കുന്നത്. അതിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു മെമ്പർമാരും ഉണ്ടാവും. ഇതിൽ വിഷയം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ റിലേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ, എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, അതുപോലെ തന്നെ അവർ നേരിടുന്ന പ്രയാസങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് അന്വേഷിക്കുന്നു. എന്നിട്ട് ആവശ്യമായിട്ടുള്ള സേഫ് ഗാർഡുകൾ, ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് നൽകുന്നു. അവര് നേരിടുന്ന എൻക്വയറി, സ്പെസിഫിക് കംപ്ലൈൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള എൻക്വയറി നടത്തി അതിനാവശ്യമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു, ഇവര് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. യൂണിയനും സ്റ്റേറ്റിനും എന്ത് ചെയ്യുന്നു, ഇവരുടെ ഈ വിഭാഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. ആർട്ടിക്കിൾ 338A എന്ത് ചെയ്യുന്നത്, അതേ ഇതിലൂടെ തന്നെ 38A എന്ത് ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടിയുള്ള, ട്രൈബ്സിന് വേണ്ടിയുള്ള വിഷയം വരുന്നത്. ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ട് മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്മീഷനിലും ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു മെമ്പർമാരുണ്ടാവും എന്നുള്ളതാണ്. ഈ വിഷയം എല്ലാ യൂണിയനും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യണം, ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അവരുമായി ബന്ധപ്പെടുന്ന ഷെഡ്യൂൾ ട്രൈബ്സുമായി വിഷയപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം, ഇവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് കംപ്ലൈന്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിന് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായി ചെയ്യണം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾ ട്രൈബ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചില കമ്മീഷൻ കൂടിയുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, UPSCയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇപ്പോൾ എല്ലാവരും +2 ശേഷം PSC എഴുതാൻ പോകുന്നതുകൊണ്ട്
എല്ലാവർക്കും PSC കുറിച്ച് നന്നായിട്ട് അറിയാം. കേരളത്തിൽ PSC വഴിയാണ് എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിൽ കേന്ദ്രത്തിൽ UPSC വഴിയാണ് എന്ത് ചെയ്യുന്നത് ആ എക്സാമിലൂടെയാണ് കേന്ദ്ര സർവീസിലേക്കുള്ള അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതും അവിടെ ആളുകളെ നിശ്ചയിക്കുന്നതും. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 315 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെടുന്നത്. ചിലപ്പോൾ ചില സ്റ്റേറ്റ് അങ്ങനെയാണ്, ഇതേ പ്രകാരം തന്നെയാണ് സ്റ്റേറ്റുകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത്. ചിലപ്പോൾ 1-2 സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവുക. ആർട്ടിക്കിൾ 316 പറയുന്നത് ചെയർമാനും മറ്റു മെമ്പർമാരും എന്ന് വേണം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് വേണം. അതിനെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് അതിന്റെ ചെയർമാനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മെമ്പർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ അല്ലെങ്കിൽ 65 വർഷം വരെയാണ്. 65 വയസ്സായി കഴിഞ്ഞാൽ അതിന് മെമ്പർമാർ എന്ത് ചെയ്യും? റിട്ടയർഡ് ആയപ്പെടും. എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നമോ മിസ്ബിഹേവിയറോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുപ്രീം കോടതി എൻക്വയറി ഉണ്ടായി കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും? പ്രസിഡന്റ് ആ ഒരു വിഷയത്തിനാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെൻഷൻ 320 എന്ത് ചെയ്യുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പബ്ലിക് സർവീസ് 323 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കപ്പെടുന്നു. ആയിരിക്കെ? പ്രസിഡന്റ് എന്തൊക്കെ വർക്ക് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആനുവൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കപ്പെടുന്നു. അത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. അപ്പോൾ വുമൺ കമ്മീഷൻ എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻസ് ആക്ട് എന്ന് പറഞ്ഞ 1990 ഒരു കമ്മീഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് വുമൻസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത് സെറ്റപ്പ് ചെയ്യുന്നത്. 1992 വുമൻസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, സ്ത്രീകളുടെ വ്യൂസ് അവരുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ. സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, അനീതികൾ, അതിനെല്ലാം എന്ത് ചെയ്യുക? നിയമപരമായിട്ട് നേരിടുക തുടങ്ങിയ പല കാര്യങ്ങളുമാണ് വനിതാ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു ചെയർപേഴ്സണും മറ്റ് 5 മെമ്പർമാരും അടങ്ങുന്നതാണ് എന്ത് ചെയ്യുന്നത് ഇതിലെ മെമ്പർമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു സിവിൽ കോർട്ടിന്റെ അധികാരങ്ങൾ എന്തിനുണ്ട്? ഈ കമ്മീഷന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 1964 എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് സാന്തനം കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. സാന്തനം കമ്മിറ്റി റിപ്പോർട്ട് പ്രിവെൻഷൻ ഓഫ് ദ കറപ്ഷൻ വേണ്ടിയുള്ള റിപ്പോർട്ടായിരുന്നു. അദ്ദേഹമായിരുന്നു സാന്തനത്തെയായിരുന്നു ഒരു കമ്മീഷൻ ചെയർമാനായി നിശ്ചയിച്ചത്. അദ്ദേഹത്തിന്റെ ബേസിൽ രൂപം കൊണ്ട കമ്മിറ്റിയായിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് വിജിലൻസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. 2003 പാർലമെന്റിൽ എന്ത് ചെയ്തു? സ്റ്റാറ്റ്യൂട്ട്സ് ഓൺ ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പറഞ്ഞിട്ട് ഒരു ലോ തന്നെ എന്ത് ചെയ്യുന്നു ഉണ്ടാക്കിയെടുത്തതായിട്ട് കാണുവാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ് എന്ത് ചെയ്യുന്നത് വിജിലൻസ് കമ്മീഷൻ ഉള്ളത്.
ചെയർപേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ 2ൽ കൂടാത്ത വിജിലൻസ് കമ്മീഷണർ എന്തിനുണ്ടാവണം? ഇതിന് ഉണ്ടാവണം. അത് അപ്പോയിന്റ് ചെയ്യുന്നത് ചെയർപേഴ്സണും 2 വിജിലൻസ് കമ്മീഷണറും എന്ത് ചെയ്യുന്നു? 2ൽ കൂടുതൽ വിജിലൻസ് കമ്മീഷൻ ഉണ്ടാവാൻ പാടില്ല. അത് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റോ ഇൻ പബ്ലിക് സർവീസ് ബീയിങ്ങിൽ എന്തെങ്കിലും കറപ്ഷനോ മറ്റു കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 തുടർന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നി. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ കമ്മീഷനെ അങ്ങനെ ഒരു ആക്ട് പിന്നീട് പാസ്സാക്കുന്നു. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ 2005 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷൻ പാസ്സാക്കിയത്. ഇത് ഒരു ഹൈ പവേർഡ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒന്നാണ്. പിന്നെ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസിയെ കുറിച്ചിട്ടാണ്. അടുത്ത ലെസൺ എമർജൻസി പ്രൊവിഷൻസ് ആണ്. നമ്മൾ എമർജൻസിയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 13ാമത്തെ ഭാഗത്തിലാണ്, പാർട്ടിലാണ്. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. 352, 356, 360. 352 എന്ന് പറയുന്നത് നാഷണൽ എമർജൻസിയാണ്. അതുപോലെ തന്നെ 356 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസിയാണ്. 360 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ജസ്റ്റ് നമുക്ക് ഓടിച്ചു പോകാൻ ഞാൻ നേരത്തെ ആ വിഷയത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചാണ്. എമർജൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് സ്പീഡപ്പ് ആയിട്ട് പോകാം. നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് 352ാമത്തെ ആർട്ടിക്കിളിലാണ് ഈ നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത്. നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എമർജൻസി നാഷണൽ അഥവാ ഇന്റേണൽ എമർജൻസി എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ 1978 44ാമത്തെ അമെൻമെന്റിലൂടെയാണ് ആർമഡ് റിബലിയൻ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആക്കിയത്. ആർമഡ് റിബലിയൻ എന്നുള്ളത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആയി. അഥവാ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യാം? എമർജൻസി പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഈ നാഷണൽ എമർജൻസി സംബന്ധിച്ചിടത്തോളം അതെന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മുഴുവൻ എന്താണ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എമർജൻസിയാണ് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. എമർജൻസി പ്രഖ്യാപിക്കുന്നത് ക്യാബിനറ്റിന്റെയും അതുപോലെ തന്നെ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇത് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ത് ചെയ്യണം? ബോത്ത് ഹൗസസിലും എന്ത് ചെയ്യണം? അത് പ്രൊക്ലെയിം ചെയ്തിരിക്കണം. ആ എമർജൻസി ബോത്ത് ഹൗസസിലും പ്രസന്റ് ചെയ്തതിനു ശേഷം അത് അപ്രൂവ് ചെയ്താലാണ് എന്ത് ചെയ്യുക? എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ അവർക്ക് കഴിയുകയുള്ളൂ. ഇതാണ് ആ നാഷണൽ എമർജൻസിയുമായിട്ട് നമ്മൾക്ക് പറയുവാനുള്ളത്. അടുത്തത് നമുക്ക് വരുന്നത് സ്റ്റേറ്റ് എമർജൻസിയാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിന് തോന്നുകയാണ് അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാം? അവിടെ എമർജൻസി പ്രഖ്യാപിക്കാം. ഇല്ലെങ്കിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാം? അവിടെ എമർജൻസി പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ ഇതാണ് ആ എമർജൻസി അഥവാ ഒരു സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ
കമ്മ്യൂണിസ്റ്റ് സർക്കാരുള്ള സമയത്ത് ഒരു പ്രാവശ്യം എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് 356-ാമത്തെ ആർട്ടിക്കിളാണ് എന്നുള്ളത്. സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് പറയാറുണ്ട് അതിന്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ഫിനാൻഷ്യൽ എമർജൻസി ഡീൽ ചെയ്യുന്നത് 360-ലാണ്. നമുക്ക് ഫിനാൻഷ്യലായി പ്രശ്നങ്ങൾ പറ്റുമ്പോൾ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ക്രെഡിറ്റിനും എന്തുണ്ടാവുക, ഭീഷണി ഉണ്ടാവുമ്പോൾ മൊത്തത്തിൽ, അപ്പോഴൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാറുള്ളത്. ഇതാണ് എമർജൻസിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് അമെൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ദിവസത്തോടു കൂടി ഏകദേശം നമ്മുടെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ അവസാനിക്കും. പിന്നീട് നമ്മൾ അടുത്ത സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട്സ് എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പിൽ തന്നെ, ഈ ക്ലാസ് റൂമിൽ തന്നെ ചോദിക്കാം, ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ചോദിക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, മറുപടി നൽകും. അതാണ് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കാം. നന്നായി പഠിച്ച് മുന്നോട്ട് പോയാൽ എക്സാം വളരെ എളുപ്പമായിരിക്കും. വളരെ എളുപ്പത്തിൽ കോളേജുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന റാങ്കിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, നമസ്കാരം. അടുത്ത ദിവസം കാണാം.